നമുക്ക് കൂട്ടുകെട്ടുകൾ മാറുന്ന സമയത്ത് ചില നല്ല സ്വഭാവങ്ങളും ചില ചീത്ത സ്വഭാവങ്ങളും നമ്മുടെ സ്വഭാവത്തിന് ഭയങ്കര ചേഞ്ചസും വരുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതേപോലെ തന്നെയാണ് എൻ്റെ ഫുഡ് ഈറ്റിംഗ് എന്നൊരു ഹാബിറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ച്. ഷവർമ്മ എന്നൊരു സാധനത്തിൻ്റെ വലിയൊരു ഫാൻ ആയിരുന്നില്ല ഞാൻ. വലിയ ഫാൻ എന്നല്ല, എനിക്ക് വലിയ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അഗ്നിയുടെയും റോഷൻ്റെ ഒക്കെ കൂടെ കൂടിയതിന് ശേഷമാണ് ഷവർമ്മ കഴിച്ചു തുടങ്ങിയത്, ടേസ്റ്റ് ചെയ്തത്, ദെൻ അതിന് ശേഷം ഇഷ്ടമായി തുടങ്ങിയത്. ഇപ്പം മിഡ് നൈറ്റ് ക്രേവിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഒരു വിത്തൗട്ട് മയോ ഷവർമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേനെ. അതൊരു ചപ്പാത്തി, ഒരു റൊമാലിയും അതേപോലെ തന്നെ കുറച്ച് ചിക്കനും കഴിച്ചൊരു എഫക്റ്റ് കിട്ടുമല്ലോ, കുറച്ച് വെജീസും ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ ചില സമയത്ത് എനിക്ക് മിഡ് നൈറ്റ് ക്രേവിങ് വരാറുണ്ട്. കോഴിക്കോടാകുമ്പോൾ ഞാൻ അവിടെ നമ്മളെ ഷവർമ്മ റോൾ അവിടെയാണ് പോവാറ്. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് അതിനും ഓപ്ഷൻസ് ഉണ്ടല്ലോ. എറണാകുളത്താണോ ഷവർമ്മയ്ക്ക് ഇത്ര പഞ്ഞം? അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല 70, 120 ആ ഒരു റേഞ്ചിലൊക്കെ ഷവർമ്മ അവൈലബിൾ ആണ്. നൂഡിൽസ് ഓർഡർ ചെയ്യാൻ നിന്ന എന്നെ കൊണ്ട് അഗ്നിയാണ് ഇപ്പോൾ ഈ ക്രേവിങ് കൊണ്ടുവരുന്നത്. പക്ഷേ നോട്ട് ബാഡ്, ഇറ്റ്സ് ഗുഡ്, 5 ഔട്ട് ഓഫ് 5 എന്ന് തന്നെ പറയാം.